ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ് ഞങ്ങളും റാഹത്തായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും ചെയ്ത് തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മക്കളെ ഉമ്മ ഇവിടെ ഇല്ല കേട്ടോ. ഉമ്മ ഒരുപാട് ദിവസമായി വിരുന്ന് പോയിട്ട്. അപ്പോൾ 2 ദിവസം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഇപ്പോൾ 2 ദിവസം എന്തായാലും 2 ദിവസം കഴിഞ്ഞ് അമ്മ വരില്ല എന്നറിയാം. എന്നാലും മാക്സിമം ഒരു 4-5 ദിവസത്തിന് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇമ്മ 8 ദിവസമൊക്കെ ആയിട്ട് ഉമ്മാനിപ്പം സത്യം പറയുകയാണെങ്കിൽ ഈ പൊടിയും വലിയാണ്. അങ്ങോട്ട് വിരുന്ന് ഇങ്ങോട്ട് വിരുന്ന് കറന്നുങ്ങാണ്ട്. അപ്പം അങ്ങനെ കൊണ്ടാണ് സമയത്ത് എങ്ങോട്ടും പോകാൻ പറ്റൂലല്ലോ അമ്മക്ക്. 18 കണ്ട് ഇപ്പം എങ്ങോട്ടും പോവില്ല. അങ്ങനെയൊക്കെ ഇനി അപ്പം ഉമ്മ ഇപ്പം ഇറങ്ങിയപ്പോൾ എല്ലാവരും വിരുന്ന് വിളിക്കണം. ഇങ്ങനെ പോയിക്കണം. അപ്പം എന്തായാലും ഒരു 2 ദിവസം കൂടി കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. 2 ദിവസമായിട്ട് ഞാനും മക്കളും തന്നെ ഉള്ളതിനു. അപ്പോൾ കാക്കു ഡ്യൂട്ടിയിൽ കഴിഞ്ഞിട്ട് വണ്ടിയിൽ പോയതിന്. അപ്പം ഇന്ന് രാവിലെ കാക്കു എത്തിക്കണം. അപ്പം ഞാനിന്ന് രാവിലെ സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മദ്രസ സ്കൂളില്ലല്ലോ കുറേ ദിവസമായിട്ട്. അപ്പം നാളെ മദ്രസ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നാളെ തുറക്കുകയാണ്. 8-10 ദിവസമായിട്ട് മദ്രസും അവധിയും. അങ്ങനെ ഒരുപാട് വൈകിട്ടാണ് കിച്ചണിക്ക് എത്തിയത്. കാരണം സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്ത കാരണം ബേജാറൊന്നുമില്ല. അപ്പോൾ സാവധാനം അങ്ങനെ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇന്ന് ചായക്ക് ഞാൻ കടി ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ. നമ്മളെ സുട്ട് പൊറാട്ട ചപ്പാത്തി എന്ന് പറയുക. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ചപ്പാത്തിയുടെ. പിന്നെ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുക്കും. അപ്പോൾ നല്ലൊരു പൊറാട്ടൻ്റെ ഫീലാണ് കേട്ടോ കഴിക്കുമ്പോൾ തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സുട്ടും പൊറാട്ട ചപ്പാത്തി നട്ടതിന് പറയാം. അപ്പോൾ ഞാനത് നല്ല മഴയാണ് കേട്ടോ. കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. ചെറിയ നല്ലൊരു ഇളം ചൂട് വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കൽ. അപ്പോൾ നല്ല ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നീ ചപ്പാത്തിക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുത്ത് ചുട്ടെടുക്കുകയാണ്. പിന്നെ കാക്കു ഒന്ന് വരും കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിട്ടേ എത്തുള്ളൂ. വരുമ്പോൾ പിന്നെ എന്തായാലും സ്പെഷ്യൽ കൊണ്ടിരുന്ന അറിയാം. അപ്പം ഞങ്ങൾക്ക് കടലക്കറിയും ചപ്പാത്തി ഉണ്ടാക്കി. ആകെ 10 ചപ്പാത്തിയുടെ ഉണ്ടാക്കിയത്. അതന്നെ ബാക്കി വയ്ക്കുകയാണ്. കാരണം വെച്ചാൽ ഒക്കെ 2-3 ചപ്പാത്തി എല്ലാവരും കഴിക്കൂല. അങ്ങനെ ഞാൻ ചപ്പാത്തിയും ചായക്കായി ഞാനും മക്കളൊക്കെ ചായ കുടിച്ചതിന് ശേഷമാണ് കാക്കു എത്തിയത്. കാക്കു വന്നപ്പോൾ കുറച്ച് ബ്രെയിനും കൊണ്ടുവന്നീനു കേട്ടോ. ആദ്യം ഇത് ഇടയ്ക്കൊക്കെ വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് വാങ്ങലുണ്ടില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ബ്രെയിനും പിന്നെ കുറച്ച് ബീഫും കൊടുന്നീനു. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ആക്കി കൊടുക്കുകയാണ് ചപ്പാത്തിക്ക്. അപ്പോൾ ഇതാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഒരുപാട് സമയം എടുക്കും കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഞാനിതിങ്ങനെ നുള്ളി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഈ പാട പോയി കേട്ടോ. ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സമയം ഇത് ക്ലീൻ ചെയ്ത് സമയവും കുറേ പോയി. പിന്നെയാണ് അതിവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാധനം. അതുകൊണ്ട് തന്നെ കാക്കു ഇടയ്ക്ക് കൊടുന്നീനു. ആദ്യമൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ കൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് നമ്മളെ ഇവിടുത്തെ അടുത്തുനിന്ന് ബീഫ് കടയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആവും. പിന്നെ ടൗണിൽ തോന്നുന്ന അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ. ഏതായാലും കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാനിത് കഴുകി സെറ്റാക്കി വെച്ചിരിക്കണേ. പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടീനെയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് പൊടി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മീമ്മ ചതച്ചെടുത്തേക്കാണ്. പൊടിച്ച് കഴിഞ്ഞിനും. അപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ട വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ മസാല ഞാൻ അത് മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ബ്രെയിൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിത് കുറച്ച് സമയം ആവിക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേവില്ലല്ലോ ഇതിന്. അങ്ങനെ പെട്ടെന്ന് ഇത് റെഡി കിട്ടിയിരിക്കണം. അങ്ങനെ കാക്കുവിന് ചായ കൊടുക്കുകയാണ്. ഞാനും മക്കളൊക്കെ ചായ കുടിച്ചിരുന്നു.
കാക്കു ചായ കുടിക്കണം. കാക്കുവിന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എന്തെങ്കിലും കടിക്ക് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വേണം. അങ്ങനെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് ക്ലീനിങ്ങും അടിക്കലും തുടക്കലും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ പരിപാടിക്ക് നീങ്ങിക്കണം. അപ്പോൾ അതാ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വാങ്ങിയപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നോട് നമുക്കൊന്ന് തേങ്ങാച്ചോറാക്കിയാലോ. അപ്പോൾ ഒന്ന് തേങ്ങാച്ചോറൊക്കെ പ്ലാനാണ്. അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ മൂപ്പർക്ക്. അപ്പം അന്ന് നമ്മൾ കുറച്ച് തേങ്ങാച്ചോറും പരിപ്പും കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ബീഫ് ഫ്രൈ ആക്കണം. അങ്ങനെ പരിപാടികളൊക്കെയാണ്. അപ്പം സാധാ എടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ ഞാൻ ബീഫ് വെട്ടി കൊടുത്തിരുന്നത് വലിയ വലിയ പീസാണ് കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് ഞാൻ കേക്ക് ക്ലീനാക്കി മസാല കൂട്ടി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. കുക്കറിലിട്ട് കൊടുത്തുക്കണ്. ഇനി കുളിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുളിച്ചിട്ട് ചോറ് വെക്കാൻ വിചാരിച്ചു. ഞാൻ നാളികേരമൊക്കെ ചിരകി ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കണം. ഈ ഉള്ളി തൊലിക്കാന്ന് പറഞ്ഞ മക്കളെ ഭയങ്കര പണിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മടിയിലൊരു പണിയാണ് ഈ ഉള്ളി തൊലിക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തൊലിച്ചെടുത്തേക്കണ്. പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ തൊലിച്ച് വെക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ തൊലിച്ചെടുത്തങ്ങാണ്ട് ഒക്കെ നുറുക്കി റെഡിയാക്കി വെച്ചങ്ങാണ്ട് പോവാണ് കുളിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് വെക്കുക. തേങ്ങാച്ചോറും പരിപ്പും കറിയും ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയി കിട്ടിക്കണ്. ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. തുണികളും മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പണികളൊക്കെയാണ് ചെയ്യണത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.